മിഡിൽ ഈസ്റ്റിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത വിധം ഭീതിജനകവും എന്നാൽ ഒരു വിഭാഗം ജനങ്ങൾക്ക് ആവേശം നൽകുന്നതുമായ സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അരങ്ങേറിയത്. 3 പതിറ്റാണ്ടിലധികം ഇറാന്റെ ആത്മീയവും രാഷ്ട്രീയമായ അനിശ്ചിത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമേനി US-ഇസ്രായേൽ സംയുക്ത സൈനിക നീക്കമായ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിയിൽ കൊല്ലപ്പെട്ടതോടെ ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലെത്തിയിരിക്കുകയാണ്. ഈ സംഭവത്തെ ആഘോഷമാക്കിയും അതിരൂക്ഷമായി വിമർശിച്ചും ലോകമെമ്പാടുമുള്ള ഇറാനിയൻ വംശജർ തെരുവിലിറങ്ങുമ്പോൾ മോർട്ടീഷ്യ ആഡംസ് എന്നറിയപ്പെടുന്ന യുവതിയുടെ വാക്കുകൾ ഏകാധിപത്യ വിരുദ്ധ പോരാട്ടത്തിന്റെ പുതിയ പ്രതീകമായി മാറുന്നു. ശനിയാഴ്ച പുലർച്ചെ ഇറാന്റെ ഹൃദയഭാഗമായ ടെഹ്റാനിൽ ഖമേനിയുടെ ഔദ്യോഗിക വസതിയും ഓഫീസും ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടന്നത്. ഇസ്രയേൽ വ്യോമസേനയുടെ 200ഓളം അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ഏകദേശം 500 കേന്ദ്രങ്ങളിലാണ് ഒരേ സമയം പ്രഹരമേൽപ്പിച്ചത്. ഖമേനി തന്റെ ഓഫീസിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു ആക്രമണം. 86-കാരനായ ഖമേനിക്കൊപ്പം അദ്ദേഹത്തിന്റെ മകൾ, പേരക്കുട്ടി, മരുമകൾ എന്നിവരും കൊല്ലപ്പെട്ടതായി ഇറാനിയൻ മാധ്യമങ്ങളും സ്ഥിരീകരിച്ചു. ഇറാന്റെ സൈനിക ഭരണ നേതൃത്വത്തിലെ പ്രമുഖരായ പ്രതിരോധ മന്ത്രി അസീസ് നസീർസാദെ, റവല്യൂഷണറി ഗാർഡ് കമാൻഡർ മുഹമ്മദ് പക്പൂർ, മുതിർന്ന ഉപദേശകൻ അലി ഷംഖാനി എന്നിവരും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇറാന്റെ നട്ടലൊടിക്കുന്ന ഈ പ്രഹരം മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ പൂർണ്ണമായും തകർത്തിരിക്കുകയാണ്. ഖമേനിയുടെ മരണം ലോകമെമ്പാടുമുള്ള ഇറാനിയൻ പ്രവാസികൾക്കിടയിൽ വലിയ ചലനമാണ് സൃഷ്ടിച്ചത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് മോർട്ടീഷ്യ ആഡംസ് എന്നറിയപ്പെടുന്ന ഇറാനിയൻ യുവതിയുടെ പ്രതികരണമാണ്. നേരത്തെ ഖമേനിയുടെ ചിത്രം കത്തിച്ച് ആ തീയിൽ സിഗരറ്റ് കൊളുത്തുന്ന വീഡിയോയിലൂടെ ഇവർ ആഗോള ശ്രദ്ധ നേടിയിരുന്നു. കാനഡയിലെ ടൊറന്റോയിൽ നടന്ന ഇറാൻ വിരുദ്ധ റാലിയിൽ പങ്കെടുത്തുകൊണ്ട് അവർ നടത്തിയ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ നിങ്ങളുടെ കുഴിമാടത്തിൽ നൃത്തം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഒരു എലിയുടേത് പോലുള്ള അന്ത്യം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഖമേനിയുടെ അന്ത്യത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച എലിയെ പോലെയുള്ള മരണം എന്ന പ്രയോഗം ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു യുവതിയുടെ ഈ വാക്കുകൾ. ഏകാധിപത്യത്തിന് കീഴിൽ ഇറാനിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന കൊടിയ പീഡനങ്ങളുടെയും അടിച്ചമർത്തലുകളുടെയും പ്രതിഫലനമായിരുന്നു അവരുടെ ഓരോ വാക്കും. സുരക്ഷാ കാരണങ്ങളാൽ തന്റെ യഥാർത്ഥ പേര് വെളിപ്പെടുത്താത്ത ഈ യുവതി ഇറാന്റെ മത പോലീസിൽ നിന്നും ഭരണകൂടത്തിൽ നിന്നും താൻ നേരിട്ട ക്രൂരതകളെക്കുറിച്ച് നേരത്തെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. വിപ്ലവ പ്രവർത്തനങ്ങളുടെ പേരിൽ ഇറാനിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെടുകയും ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് തുർക്കി വഴി കാനഡയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു ഇവർ. കഴിഞ്ഞ 47 വർഷമായി എന്റെ ജീവിതം മരിച്ചതിന് തുല്യമാണ്, അതുകൊണ്ട് എനിക്കിനി ഒന്നിനെയും ഭയമില്ല എന്ന ഇവരുടെ പ്രഖ്യാപനം ഇറാനിലെ ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ വികാരമാണ്. ഹിജാബ് നിയമങ്ങൾക്കും വിവേചനങ്ങൾക്കുമെതിരെ പൊരുതുന്ന ഇറാനിയൻ സ്ത്രീകൾക്ക് ഈ യുവതിയുടെ വാക്കുകൾ നൽകുന്ന ആവേശം ചെറുതല്ല. 2022 ഹിജാബ് ശരിയായി ധരിച്ചില്ലെന്ന് ആരോപിച്ച മത പോലീസ് കസ്റ്റഡിയിലെടുത്ത മഹ്സ അമീനി എന്ന യുവതി കൊല്ലപ്പെട്ടതോടെയാണ് ഇറാനിൽ ആധുനിക വിപ്ലവം ആരംഭിച്ചത്. സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യവുമായി സ്ത്രീകൾ തെരുവിലിറങ്ങി. പരസ്യമായി മുടി മുറിച്ചും ഹിജാബ് കത്തിച്ചും അവർ പ്രതിഷേധിച്ചു. അടുത്ത കാലത്തായി ഇറാനിൽ അനുഭവപ്പെടുന്ന രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയും വിലക്കയറ്റവും ജനങ്ങളെ കൂടുതൽ പ്രകോപിതരാക്കിയിരുന്നു. ഭരണകൂടത്തിന്റെ വിദേശ നയങ്ങളും സൈനിക ചിലവുകളും സാധാരണക്കാരന്റെ ജീവിതം നരകതുല്യമാക്കി. ഇതിനിടയിലാണ് ഖമേനിയുടെ വധം സംഭവിക്കുന്നത്. ഇത് ഭരണകൂടത്തെ അനുകൂലിക്കുന്നവർക്കിടയിൽ കനത്ത ആഘാതം ഉണ്ടാക്കിയപ്പോൾ മാറ്റം ആഗ്രഹിക്കുന്ന യുവതലമുറയ്ക്കും സ്ത്രീകൾക്കും ഇതൊരു പുതിയ തുടക്കത്തിന്റെ സൂചനയാണ്. ഖമേനിയുടെ മരണത്തിന് പിന്നാലെ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് പ്രതികാര നടപടിയും ആരംഭിച്ചു. ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ സൈനിക നീക്കം തുടങ്ങുകയാണെന്ന് അവർ പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി പശ്ചിമേഷ്യയിലെ 27 അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തി. ഇസ്രയേലിലെ ടെൽ അവീവിനെ ലക്ഷ്യമാക്കി ഡ്രോണുകളും മിസൈലുകളും അയച്ചു. ഖത്തറിലും UAE-യിലും ശക്തമായ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ലോകത്തെ പ്രധാന എണ്ണ വിതരണ പാതയായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചുപൂട്ടി. ഇതോടെ ആഗോള എണ്ണ വിപണി തകരുകയും പല രാജ്യങ്ങളിലും ഇന്ധന പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ ഉടനീളം വിമാന സർവീസുകൾ റദ്ദാക്കിയത് ലക്ഷക്കണക്കിന് യാത്രക്കാരെയാണ് ബാധിച്ചിരിക്കുന്നത്. ഇറാന്റെ ആക്രമണത്തിന് പിന്നാലെ കടുത്ത മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തി. തങ്ങളുടെ സൈനിക താവളങ്ങളെ ആക്രമിച്ചാൽ ഇറാനെ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. അവർ മുതിർന്ന ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അത്ര വലിയ ശക്തിയോടെ ഞങ്ങൾ അവരെ തകർക്കും എന്ന് അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂ സോഷ്യലിൽ കുറിച്ചു. അമേരിക്കയും ഇസ്രയേലും ഒരേ സമയം ഇറാനെ ആക്രമിക്കുന്നത് ലോക സമാധാനത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. റഷ്യയും ചൈനയും ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും യുദ്ധത്തിന്റെ വ്യാപ്തി. നിലവിൽ ഇറാനിൽ 40 ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും രഹസ്യമായ ആഘോഷങ്ങൾ നടക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഖമേനിയുടെ അന്ത്യത്തോടെ ഇറാന്റെ അടുത്ത പരമോന്നത നേതാവ് ആരാകുമെന്ന ചർച്ചകളും സജീവമാണ്. ഖമേനിയുടെ രണ്ടാമത്തെ മകൻ മൊജ്തബ ഖമേനി അധികാരമേൽക്കുമെന്ന് കരുതപ്പെടുന്നുണ്ടെങ്കിലും സൈന്യത്തിനുള്ളിലെ അധികാര തർക്കങ്ങൾ തിരിച്ചടിയാകാനുള്ള സാധ്യതയുമുണ്ട്. നിലവിൽ 3 അംഗ താൽക്കാലിക സമിതിയാണ് ഭരണകൂടത്തെ നയിക്കുന്നത്.
സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട രാജകുടുംബാംഗം റസ പെഹ്ലവി പ്രതികരിച്ചത് ഇറാനിൽ ഇനി പുതിയ യുഗമെന്നാണ്. ഖമേനിയെ ചരിത്രത്തിൽ നിന്നും തുടച്ചു നീക്കിയതായും അദ്ദേഹം അവകാശപ്പെട്ടു. ഏകാധിപത്യ ഭരണകൂടം തകരുകയാണെങ്കിൽ ജനാധിപത്യപരമായ ഒരു മാറ്റത്തിന് ഇറാൻ സാക്ഷ്യം വഹിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അയത്തുള്ള അലി ഖമേനിയുടെ അന്ത്യം ഒരു വ്യക്തിയുടെ മരണം എന്നതിലുപരി ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പതനമായി പലരും കാണുന്നു. എന്നാൽ ഇറാന്റെ പ്രതികാര നടപടികൾ പശ്ചിമേഷ്യയെ വലിയൊരു ചുടലക്കളമാക്കി മാറ്റുമോ എന്ന ഭീതിയും നിലനിൽക്കുന്നുണ്ട്. ഈ യുവതികൾ ഉയർത്തുന്ന പ്രതിഷേധത്തിന്റെ ശബ്ദം അടിച്ചമർത്തപ്പെട്ട ജനതയുടെ വിമോചനത്തിനായുള്ള മുറവിളിയാണ്. വരും ദിവസങ്ങളിൽ ഇറാനിലും ഗൾഫ് മേഖലയിലും സംഭവിക്കുന്ന കാര്യങ്ങൾ ആഗോള രാഷ്ട്രീയത്തെയും സാമ്പത്തിക വ്യവസ്ഥയും പതിറ്റാണ്ടുകളോളം സ്വാധീനിക്കുമെന്നതിലും സംശയമില്ല. യുദ്ധമോ സമാധാനമോ എന്ന ചോദ്യത്തിന് മുന്നിൽ ലോകം വിറങ്ങലിച്ചു നിൽക്കുകയാണ്.